ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ തുടർ വിജയങ്ങൾ കൊണ്ട് മുംബൈ തിരിച്ചു വരാനുള്ള ഒരുക്കമാണെന്ന് തെളിയിക്കുകയാണ്. വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് മുംബൈ ഇന്നത്തെ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് ആദ്യം ബാറ്റിങ്ങിന് വിട്ട് 162 പോയിന്റ് സ്കോറിൽ ഒതുക്കുന്നു. അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പിച്ച് തന്നെയായിരുന്നു ഇത്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദിന് വേണ്ടി അവിടെ അഭിഷേക് ശർമ്മയുടെ മികച്ചൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. കൈപ്പടിയിൽ ഒതുക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം മുംബൈയുടെ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഹെഡ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഹൈദരാബാദിന് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ 28 ബോളിൽ 40 റൺസ് എടുത്താണ് ഹാർദിക് പാണ്ഡ്യയുടെ ബോൾ ഔട്ടാണ്. ട്രാവിസ് ഹെഡ് 29 ബോളിന് 28 റൺസ്. ഇഷാൻ കിഷൻ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സെഞ്ചുറി ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വലിയ ഇന്നിംഗ്സിൽ ഇഷാൻ കിഷന് പടുത്തു വരാൻ സാധിച്ചിട്ടില്ല. നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യം ഇതുപോലെയാണ്. 21 ബോളിനാണ് 19 റൺസ്. പിന്നെ ഹെൻറിച്ച് ക്ലാസിന്റെയും അനികേത് വർമ്മയുടെയും പാറ്റ് കുമിൻസിന്റെയും ഇന്നിംഗ്സുകൾ സ്കോർ ഒന്ന് ഉയർത്താൻ നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൂംറയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിൽ ജാക്സിന്റെയും ഒക്കെ എക്കോണമി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബൂംറ ബോൾ ചെയ്ത് 4 ഓവറിൽ 5.25 എക്കോണമിയിൽ ഒരു വിക്കറ്റും സ്വന്തമാക്കി. വിൽ ജാക്സൺ 3 ഓവറിൽ 2 വിക്കറ്റ് സ്വന്തമാക്കി 14 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. മികച്ച എക്കോണമിയാണ്. 4.67 വിൽ ജാക്സ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡിലേക്ക് മുംബൈ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മികച്ചൊരു സ്റ്റാർട്ടിംഗ് ആണ് രോഹിത് ശർമ്മയും റിക്കൽട്ടനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. രോഹിത് ശർമ്മയും റിക്കൽട്ടനും ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് കത്തി കയറുന്ന നമ്മൾ കണ്ടു. ഒരു ലോങ് ഇന്നിംഗ്സ് കളിക്കാൻ പറ്റാതെ വന്നൊരു സങ്കടമുണ്ട്. എന്നിരുന്നാലും രോഹിത് ശർമ്മ നല്ല ടച്ചിലാണെന്ന് തെളിയിക്കുന്നുണ്ട്. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു പിച്ചിലാണ് ഇങ്ങനെ ഒരു സ്കോർ പവർ പ്ലേയിൽ അടിച്ചെടുക്കുന്നത്. 16 ബോൾ 26 താരം പിന്മാറുന്നത്. റിക്കൽട്ടൻ 23 ബോൾ 31 റൺസ്. ആക്ച്വലി ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുംബൈ ബാറ്റിംഗ് നിരയിൽ എല്ലാവരും തന്നെ നല്ലൊരു ഗെയിം പുറത്തെടുത്തിട്ടുണ്ട്. ഈ സ്കോർ ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ കറക്റ്റായിട്ട് ആ ഒരു സ്കോർ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓരോ ഓവറുകളിലും പോകുന്നുണ്ടായിരുന്നു. റിക്കൽട്ടൻ 23 ബോൾ 31, രോഹിത് ശർമ്മ 16 ബോൾ 26, വിൽ ജാക്സ് 26 ബോൾ 36, സൂര്യകുമാർ യാദവ് 15 ബോൾ 26. അതോടൊപ്പം തന്നെ 16 ബോളിൽ 17 റണ്ണുമായിട്ട് തിലക് വർമ്മ. അവസാന സമയത്താണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് അവിടെ പോകുന്നത്. 9 ബോളിൽ 21 റൺസ് അടിച്ചിട്ടാണ് പുള്ളിയുടെ വിക്കറ്റ് അവിടെ പോകുന്നത്. എന്തായാലും ഇഷാൻ മലിംഗയുടെ ബോളിൽ അവിടെ ഇഷാൻ കിഷനായിരുന്നു ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുംബൈയെ എന്തായാലും സൂക്ഷിക്കണം. അത് 100-ൽ 110% വാൺ ചെയ്ത് പിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മുംബൈ സൂക്ഷിക്കണം. പ്ലേ ഓഫ് കളിക്കാൻ വളരെയധികം സാധ്യതയുള്ള ടീമാണ്. പക്ഷേ ആ ഒരു ടീം ഗെയിം പുറത്തായി നിൽക്കുകയായിരുന്നു. അതെന്തായാലും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മുംബൈക്ക് ഡേഞ്ചർ ആണ്. നിങ്ങളുടെ അഭിപ്രായം മനസ്സിലും കമന്റ് അറിയപ്പെടുത്തേക്ക്. ബൈ ഗൈസ്.